23 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ ജാതി അധിക്ഷേപത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നിറത്തിന്റെ പേരിൽ അധിക്ഷേപം സഹിച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഒരു വീട് അല്ലെങ്കിൽ ഒരു പരിസരം മുഴുവൻ പൊട്ടിക്കരയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത്. അത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. വീടിന് അകത്തേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നു. നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, അച്ഛന്റെ തൊഴിലിന്റെ പേരിൽ, ഒരു പെയിന്റിംഗ് പണിക്കാരന്റെ മകനാണ്. വീടും സാഹചര്യങ്ങളും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അമ്മയെ അടക്കം പുഴുത്ത പട്ടി എന്ന് പോലും തന്റെ മകനെ വിളിച്ചു എന്നാണ് അച്ഛൻ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ ആക്ഷേപിക്കുന്ന ഒരു അധ്യാപകൻ, ഇവരേക്ക് അധ്യാപകർ എന്ന് തന്നെ വിളിക്കാമോ എന്ന് നമുക്ക് സംശയമുണ്ട്. പെയിന്റിംഗ് ജോലി ചെയ്ത് ഒരു കുടുംബത്തെ കരകയറ്റി കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഈ പിതാവ് ഒരു വിധത്തിലും എത്രത്തോളം ഒരു ത്യാഗം സഹിച്ച് അല്ലെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ മകനെ ഇത്രയും ഒരു അവസ്ഥയിലേക്ക്. കാക്കക്കും മരുന്നിനും കൊടുക്കാതെ 23 വർഷം നിതിൻ എന്ന് പറയുന്ന കുട്ടീനെ വീട്ടുകാർ വളർത്തി, അതിനെ പഠിപ്പിക്കാനും വിട്ട്. നല്ലൊരു കുടുംബത്തിന് വേണ്ടവനായിരിക്കും, അല്ലെങ്കിൽ നാടിന് വേണ്ട കുട്ടിയായിരിക്കും. അവരുടെ കുടുംബത്തിൽ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്. ഇവർ ഈ പറയുന്ന ജാതിയും മതവും പറഞ്ഞ് ഓരോ ഇന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഈ ജാതി പറയുന്നവനും മതം പറയുന്നവനും ഉണ്ടല്ലോ, അതിൻ്റെ മുഖത്ത് നോക്കി തുപ്പ് തന്നെ വേണം. അവൻ അതേപോലെ തന്നെ അവൻ അതിനുള്ള മറുപടിയും തിരിച്ചു കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. നീ ഈ ജാതി പറഞ്ഞവും ജാതി മതം പറഞ്ഞവന് അവനെ ഒഴിഞ്ഞു വിളിച്ചുകൊണ്ട് പോയിട്ട് അവനോട് പറയുന്നോ, നിനക്കുള്ളത് തന്നെ എനിക്കുള്ളൂ, എനിക്കുള്ളത് തന്നെ നിനക്കുള്ളൂ. പിന്നെ ഓരോരുത്തരും ഓരോ വിശ്വാസം, അതാണ് ജാതി മതം. അല്ലാതെ നിങ്ങൾ ഈ മനുഷ്യൻ്റെ രൂപത്തിൽ വ്യത്യാസമുണ്ടോ? എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടോ? അവൻ്റെ ശരീരത്തിലുള്ള രോമം തന്നെ നിൻ്റെ ശരീരത്തിലുള്ളത്. എന്താ പറയുക, അവരുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും തന്നെ നമുക്കൊക്കെ ഉള്ളത്. എന്തിൻ്റെ പേരില ഈ ജാതി മതം? എന്താന്നുള്ള ഒരു ഉദ്ദേശം? ജാതി, താഴ്ന്ന ജാതി, മേൽജാതി, കീഴ്ജാതി, എല്ലാത്തിനും ഒരേ സാധനം തന്നെ, ഒരു വ്യത്യാസമല്ല. ദൈവം മേൽജാതിക്കാരനാണ് എന്നാൽ അവനൊരു എക്സ്ട്രാ ഫിറ്റിങ് കൊടുക്കാനൊന്നുമില്ല. അല്ലെങ്കിൽ കീഴ്ജാതിക്കാരനാണ് അവൻ്റെ അടുത്ത് കുറച്ചും കൂടി എടുക്കാമെന്നൊന്നും പറഞ്ഞിട്ട് ദൈവം അള്ളാഹ് ഒന്നും പഠിച്ചിട്ടില്ല. നമ്മളെ പഠിച്ച റബ്ബൊന്നും ഒരാളെയും ഒരു ഇതാക്കിയിട്ടില്ല. മോനെ, നീ ജീവിച്ച് കാണിക്കണ്ടായിരുന്നു. നീ എന്ത് പൊട്ടത്തരാ കാണിച്ച്? ഇപ്പം ആർക്കാ പോയത്? നിൻ്റെ അച്ഛനും അമ്മക്കും, നാട്ടുകാർക്കൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് പോയി. അച്ഛനും അമ്മനെക്കാട്ടിലും കൂടുതൽ അന്നെ സ്നേഹിക്കുന്ന കൂട്ടുകാരുണ്ടാവും, അവർക്കാ പോയത്. നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അതിനെയൊക്കെ ചെറുത്ത് നിൽക്കുക വേണ്ടത്. അതിന് ചെറുത്ത് നിന്ന് നമുക്ക് അവർ പറയുന്നവൻ്റെ മുഖത്ത് നോക്കി തിരിച്ച് ഞാൻ ഇനിയും ജീവിക്കും, ഇങ്ങനെ തന്നെ ജീവിക്കാമെന്ന് കാണിച്ചു കൊടുക്കണം. എന്താണ് ഈ ജാതി മതം? എന്തിനാണ്? ആരുണ്ടാക്കുന്നതാ? നീ പ്രവാസ ലോകത്തുനിന്ന് വാ, എന്നിട്ട് ഈ നമ്മുടെ റൂമിൽ എല്ലാവരും ഒരു പാത്രത്തിൽ നിന്ന് വാരി കഴിക്കുന്നുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും മറ്റേ ക്രിസ്ത്യാനി ഉണ്ടാക്കുന്നത് അത് മുസ്ലിം തിന്നില്ലാന്നോ അല്ലെങ്കിൽ ഹിന്ദു തിന്നില്ലാന്നോ ഉണ്ടോ? ഹിന്ദു ഉണ്ടാക്കുന്നത് അത് മറ്റാരും തിന്നില്ലാന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നും ഇല്ല. എന്നാ നമ്മളൊക്കെ മാറുക? എന്നാ നമ്മുടെ നാട് മാറുക? 100% സാക്ഷരത നേടിയ കേരളമാണ്. കേരളത്തിൽ നടന്നൊരു സംഭവം ഇത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടാണ് പറയുന്നത്, ജാതിനെയും മതത്തിനെയും വർഗീയതയും പറഞ്ഞ് നടക്കുന്ന ഒരു പാർട്ടിനെയും നമ്മൾ ജയിപ്പിക്കണ്ട. നമുക്ക് വേണ്ടത് എല്ലാവരും ഒന്നാണ്, മനുഷ്യരാണ്. മനുഷ്യർക്ക് കൊടുക്കുന്ന മൂല്യം, വാല്യൂ, അത് കിട്ടുന്നത് ആരാണോ അതിനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇലക്ഷൻ കണ്ടു, ഒരുപാട് ആൾക്കാർ പറഞ്ഞു നമ്മൾ ആ അമ്പലം കൊണ്ടുവരും, അല്ലെങ്കിൽ ഈ പള്ളി കൊണ്ടുവരും, ഇത് കൊണ്ടുവരും. അതൊന്നുമല്ല, നമുക്ക് ജീവിക്കാൻ, സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുന്ന എന്താണോ അതാ കൊണ്ടുവരേണ്ടത്. ഇതിനൊന്നും ഇതായിട്ടുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ മരിച്ച ഈ മോൻ്റെ ഫോട്ടോ മാത്രങ്ങൾ കാണിക്കുന്നത്? ഇതിന് കാരണക്കാരനായ ആ മാഷോ എന്തോ പറഞ്ഞില്ലേ, അയാളുടെ ഫോട്ടോസ് എന്താ നിങ്ങൾ കാണിക്കാത്തത്? അത് കാണിക്കില്ലല്ലോ അല്ലേ? അതൊക്കെ വേണ്ടപ്പെട്ടവരെ കാലും കയ്യും പിടിച്ചിട്ട് അവർ സെറ്റാക്കിയിട്ടുണ്ടാവും. അത് കാണിക്കൂല. അതും കാണിക്കണ്ടേ? ആരാണിത് ചെയ്തെന്നറിയണ്ടേ? ഓരോരോ അവസ്ഥകൾ കേട്ടോ. ഇതൊന്നും മാറിയിട്ടില്ലെങ്കിൽ ഈ കാലം ഇങ്ങനെ തന്നെ പോകും. എന്ത് ജാതിയടോ, എന്ത് മതടോ, ഒലക്കാണ്. മനുഷ്യരാ എല്ലാവരും. ഏതൊരു മനുഷ്യനുള്ളവനും ആ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക. എല്ലാവരും മനുഷ്യരാ, മൃഗങ്ങളൊന്നുമല്ല. ഇങ്ങനെ എതിരായിട്ട് നിൽക്കുന്നവരാ മൃഗങ്ങൾ. എന്തായാലും നിൻ്റെ കുടുംബത്തിനും ഇവർക്കും പോയി, അതന്നെ അവിടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. എന്താ ചെയ്യുക? ആരോട് പറയാനാ? എന്തായാലും ഇങ്ങനത്തെയൊക്കെ ജന്മങ്ങളുണ്ടെങ്കിൽ ഇവർക്കൊക്കെ വേണ്ട തക്ക ശിക്ഷനെ കൊടുത്തിട്ട് ഇനി നാളെ മേലാൽ വേറൊരാളോടും ഇത് കാണിക്കരുത്, ആ രൂപത്തിലാക്കണം ഒരവസ്ഥ.